നമസ്കാരം. ജാതക കഥകളിലെ 29ാമത്തെ കഥ, നാവടക്കാത്തതിൻ്റെ ഫലം. ഹിമാലയത്തിൻ്റെ താഴ്വരയിലെ കുളത്തിലാണ് ആമ കഴിഞ്ഞിരുന്നത്. ഇവിടെ ഇര തേടി വന്ന 2 അരയന്നങ്ങൾ ആമയുടെ ചങ്ങാതിമാരായി തീർന്നു. അവർ ഒരു ദിവസം ആമയോട് പറഞ്ഞു, കൈലാസത്തിലെ മാനസ സരസിലാണ് ഞങ്ങൾ പാർക്കുന്നത്. നീ അവിടേക്ക് വരുന്നോ? കൂടെ അവിടുത്തെ സുഖഭോഗങ്ങളെക്കുറിച്ചുള്ള വർണ്ണനയും. അതുകൂടി കേട്ടപ്പോൾ പോയേ തീരുമെന്നായി ആമയ്ക്ക്. അവൻ ചോദിച്ചു, പക്ഷേ ഞാൻ എങ്ങനെയാണ് അത്ര ദൂരം വരിക? അത് സാരമില്ല, നിന്നെ കൊണ്ടുപോകുന്ന കാര്യം ഞങ്ങളേറ്റു. അവർ ഉറപ്പു കൊടുത്തു. അരയന്നങ്ങൾ ബലമുള്ള ഒരു കമ്പെടുത്ത് ആമയോട് അതിൻ്റെ നടുവിൽ മുറുകെ കടിക്കാൻ പറഞ്ഞു. എന്നിട്ട് ആ കമ്പിൻ്റെ 2 അറ്റത്തും അവർ കടിച്ചു. പിന്നെ പറന്നുയർന്നു. അങ്ങനെ കുറേ ദൂരം പോയി. വാരണാസി നഗരത്തിനു മുകളിലെത്തി. അവിടുത്തെ അങ്ങാടിയുടെ മുകളിലൂടെ പറന്നപ്പോൾ ഈ കാഴ്ച കണ്ട് താഴെ നിന്ന തെരുവ് പിള്ളേർ അത്ഭുതപ്പെട്ട് ആർത്തു ചിരിച്ചു. 2 പക്ഷികൾ ഒരാമയെയും തൂക്കി പറക്കുന്നു. ഈ ബഹളം കേട്ട് ആമയ്ക്ക് സഹിച്ചില്ല. എൻ്റെ കൂട്ടുകാർ എന്നെയും കൊണ്ട് പറക്കുന്നതിന് നിനക്കൊക്കെ എന്താടാ ഛേദം എന്ന് ചോദിക്കാൻ ആമ വാ പൊളിച്ചതും ധും എന്ന് കൊട്ടാരത്തിൻ്റെ കൽത്തളത്തിൽ വീണതും ഒരുമിച്ചായിരുന്നു. രാജാവായ ബ്രഹ്മദത്തനും മന്ത്രി ബോധസത്വനും കൊട്ടാരത്തിൻ്റെ മട്ടുപ്പാവിൽ നിന്ന് ഇതെല്ലാം കാണുന്നുണ്ടായിരുന്നു. അവർ കൽത്തളത്തിലേക്ക് വന്നു നോക്കി. ആമ ചതഞ്ഞ് ചിതറിക്കിടക്കുന്നു. ഇത് കണ്ട് ബോധിസത്വൻ പറഞ്ഞു, നാവടക്കാത്തവർക്ക് ഇത് തന്നെ അനുഭവം. നന്ദി.